ഹലോ, എടാ എവിടാ എന്റെ പണിക്കാര്? ഞാൻ സൈറ്റിലെത്തിയിട്ട് നേരത്രേ. മുതലാളി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കണ്ട് കേട്ടോ. ഈ പണി വേഗം തീർത്തു കൊടുക്കണ്ടേ? ആ, പെട്ടെന്ന് നോക്ക്. ഓക്കെ. ആ ആശിക്കേ, ഞാൻ എന്നെ തെരഞ്ഞിറങ്ങിയതാ. എന്ത് വെച്ചടാ? ഞാൻ പണിയെടുത്തിരുന്ന കമ്പനിയിൽ നിന്ന് പോന്നതാ. ഇപ്പൊ 2-3 മാസമായി. വീട്ടിലാ ബുദ്ധിമുട്ടിലാണ്. അനക്ക് അങ്ങനെ തന്നെ വേണം. ഇതൊക്കെ ആ കമ്പനി പണിയെടുത്തപ്പോ എന്തിനാ എന്തൊക്കെ അഹങ്കാരം? അത് സാരല്ലടാ, അതല്ലേ വേറെ കമ്പനി ഉണ്ടാവൂലേ. ഒന്ന് വിഷയക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാനിപ്പോ വന്നത് മാനോ, എന്റെ എളാപ്പ അങ്ങാടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരിക്കണല്ലോ, കുഞ്ഞമണിയൊക്കെ. അതില് ബിൽ സെക്ഷനിൽ ഒരു വേക്കൻസി ഉണ്ട്. അത് എനിക്ക് വേണ്ടി ഒന്ന് ചോദിക്കണം. പിന്നെന്താടാ, കുഞ്ഞുമണിയൊക്കെ എന്റെ ആളാപ്പല്ലേ, ഞാൻ പറഞ്ഞ മൂപ്പർക്ക് കേൾക്കാക്കാൻ പറ്റുമോ? അത് ഞാൻ റെഡിയാക്കാം, ആ വിഷയമല്ല. മാനോ, എന്തായാലും ഇത് റെഡിയാക്കണം. 3 മാസമായിട്ട് പണിയില്ല. അന്നിലാണ് എന്റെ ഒരു പ്രതീക്ഷ. അതൊന്നും വിഷയമല്ലടാ, ഞാൻ കുഞ്ഞുമണിയേക്കാനൊന്ന് വിളിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഒരു 5 മണിയാകുമ്പോ എന്റെ വീട്ടിൽ വരച്ച്, എന്നിട്ട് നമുക്ക് രണ്ടാക്കാണ് പോവാം. കുഞ്ഞുമണിയേക്കാൻ്റെ നേരിട്ട് പോവാം. ധൈര്യമായിട്ട് പോയിക്കോ. പടച്ചറബേ, പണി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു എന്തേലും കാട്ടിയാണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി മോട്ടക്ക. അല്ല എന്താ ചെയ്യാ? മോനൊക്കെ പണി കൊടുത്താലേ അവന്റെ അഹങ്കാരം ഞാൻ കാണ്ടി വരും. ഏതൊക്കെ ലോഡൊക്കെ എത്തിയിട്ടുണ്ട്? അവിടെ വന്നിട്ടുണ്ട്, പാണ്ടി വന്നിട്ടുണ്ട് സാറേ. രാവിലത്തെ ബില്ലൊക്കെ സെറ്റ് ആക്കിയില്ലേ? ഓ, അതൊക്കെ ഓൾമോസ്റ്റ് സെറ്റാ. അപ്പം മോനോ, ഇരിക്ക്. തിരക്കില? 2-3 ബില്ല് സെറ്റ് ആക്കാണ്ട്. എന്തേപ്പോ പോകുന്നേ? ഒന്നുമില്ല, ഞാനേ ഇവിടക്ക് ബിൽ സെക്ഷനിക്ക് ആളെ വേണമെന്ന് അറിഞ്ഞിട്ടില്ല. ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ അടുത്തുണ്ടോ? എന്റെ അടുത്ത് നല്ലൊരാളുണ്ട്, എന്റെ ചങ്ങായിയാണ്. അതിനെന്താ, എന്നാ കൊടുക്കേ. അല്ല, കൊടുക്കണ്ടെന്ന് പറയാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അല്ല മോനോ, എന്റെ തുണക്കാരൻ പറഞ്ഞു നല്ല ആളാന്നൊക്കെ പറഞ്ഞു, പിന്നെന്താ കൊടുക്കണ്ടെന്ന് പറയുന്നു? എളപ്പാ, സംഗതി എന്റെ കൂട്ടുകാരനാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളൊക്കെ തന്നെയാണ്. സോ ഓനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ബിൽ സെക്ഷനിലൊക്കെ എത്തിയ ചിലപ്പോ ഓന്റെ പെരേക്ക് ബില്ലടിച്ചു, മനസ്സിലായ ഞങ്ങള്. അപ്പൊ ഞാൻ ഓനോട് ഇവിടെ പണിന്റെ കാരണം പെട്ട്, ഇനിയിപ്പോ 5 മണിക്ക് ഞാൻ ഓനും കൊണ്ടുവരും. അപ്പൊ നിങ്ങളോട് ഓനും മടി ഞാൻ കെഞ്ചൊക്കെ ചെയ്യും. നിങ്ങൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്തോളൂ. ആയിക്കോട്ടെ, ചുരുക്കി പറഞ്ഞ ഓനവിടെ നിർത്തരുത്. ആയിക്കോട്ടെ, മനസ്സിലായിട്ടോ? ഞാൻ പോട്ടെ, വൈകുന്നേരം വരാം. ആയിക്കോട്ടെ, തിരക്കുണ്ട് കേട്ടോ. ഓക്കെ. അല്ല സാറേ, അവരാരെ? ഓന്റെ ജ്യേഷ്ഠന്റെ മോനൊക്കെ തന്നെയാ. എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണേ? ഓനാളത്ര ശരിയല്ല. ഏതായാലും വൈകുന്നേരം വരട്ടെ, അവിടെ നോക്കാം. ശരി ശരി. എന്താ നമ്മളെ ജോലിന്റെ കാര്യം? ഈ അന്ന് പറഞ്ഞപ്പോ തന്നെ ഞാനൊരു കമ്പനിയിൽ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നമ്മൾ വേണ്ടപ്പെട്ട സുഹൃത്താ. എന്റെ ബയോഡാറ്റ ഒന്ന് കൊണ്ടാ, ഞാൻ റെഡിയാക്കി തരാം. അതിന്റെ ആവശ്യമില്ല തീർക്കാ. എന്റെ ഒപ്പം പഠിച്ച മാനുല്ലേ, അവന്റെ എളാപ്പാക്ക് അങ്ങാടിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. അപ്പൊ അതിലൊരു ബിൽഡിംഗിൽ വേക്കൻസി റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം അത് ഉറപ്പിച്ച പോലെ തന്നെ. മാനു എന്ന് പറയുമ്പോ നമ്മളെ കുഞ്ഞുമണിയൊക്കെ ഉണ്ട്. കുഞ്ഞുമണിയൊക്കെ ഞാൻ നല്ല കമ്പനി ഓപ്പറേറ്റ്. ഒരു കാര്യം ചെയ്യാ, ഞാൻ വിളിച്ചു പറയാം. എന്തായാലും ഞാൻ ചെല്ലേ കേട്ടോ. എന്നാ ചായ പറയട്ടെ? ഞാൻ പാർസൽ പറയാൻ. ആയിക്കോട്ടെ കേട്ടോ, ഞാൻ വിളിക്കാട്ടോ. ശരി ശരി. ഹലോ കുഞ്ഞുമണിയൊക്കെ പറ ഷമീറ. എന്താ വിശേഷം? സുഖം തന്നെ. എവിടെയുള്ളത്? ഓഫീസിലുണ്ടോ? ഓഫീസിലുണ്ട്. ഞാൻ നിങ്ങളവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു, ഒരു ബിൽ സെക്ഷനില്. ഒരാളെ ഗ്യാപ്പുണ്ട്. ബിൽ സെക്ഷൻ അതെ, നമ്മളൊരു പയ്യുണ്ടായിരുന്നു, ആഷിഖ് എന്ന് പറഞ്ഞിട്ടെ. തന്നെ? നല്ല ചെക്കൻ, അടിപൊളി ചെക്കനാണ്. തന്നെ? അവനെ കുറിച്ച് രാവിലെ ആരെങ്കിലും പറഞ്ഞു വന്നിരുന്നോ? ജ്യേഷ്ഠന്റെ മോൻ വന്നിനി, മോന് വന്നേ. അതെ അതെ, മാനു പറഞ്ഞു. അതെ, ആ സംഭവം തന്നെ. നല്ല പയ്യനാട്ടോ, വിശ്വസിച്ചിരുത്ത, അടിപൊളി ചെക്കനാ. എന്നാ മാനു അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. സോനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ബിൽ സെക്ഷനിലൊക്കെ എത്തിയ ചിലപ്പോ ഓന്റെ പെരേക്ക് ബില്ലടിച്ചു. തന്നെ? ഓനെന്താ അങ്ങനെ പറഞ്ഞറിയില്ലല്ലോ. ഏതായാലും 5 മണിക്ക് വരാറാണോ? വരട്ടെ. ശരി, എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി. ഓക്കെ. ആരാ സാറേ? ഷബീറ വിളിക്കുന്നതേ. മോന് പറഞ്ഞേ, ആ പയ്യന്റെ കാര്യമാണ് പറഞ്ഞത്. ഷബീർ അറിയുന്നത് നല്ല ആളാണ്. ഓൻ പറഞ്ഞ നമുക്ക് വിശ്വസിക്കാം. ഓൻ എന്തായാലും നമ്മൾ ചതിക്കുള്ളൂ, അത്ര ഫ്രണ്ട്ഷിപ്പാണ്. മാനെന്താ അങ്ങനെ പറഞ്ഞു? ഓപ്പൊ എന്തേ പറഞ്ഞു, ജ്യേഷ്ഠന്റെ മോനപ്പോ എന്തേ അങ്ങനെ പറഞ്ഞു. ഏതായാലും 5 മണിക്ക് വരാറുണ്ടല്ലോ, അവര് വരട്ടെ അല്ലേ? നോക്കാം. മാനോ, ഇല്ലേ നമ്മൾ പോയി നോക്കിയാലേ? ഇല്ലേ, നമുക്ക് ഉച്ചക്ക് മുന്നേ അവിടെ എത്തേണ്ടത്. വണ്ടി എടുക്കുന്ന. ശരി.
സാറേ മാനുണ്ട്. എളാപ്പാ ഇതാണ് ഞാൻ പറഞ്ഞ ആഷിക്ക്. നല്ല ചെക്കനാണ്. നമ്മളെ സ്ഥാപനത്തിക്ക് ഇത്ര നല്ലൊരു ചെക്കനെ ഞങ്ങൾക്ക് കിട്ടൂല. കാരണം നിങ്ങളെ ഈ മറ്റുള്ള ചെക്കന്മാരെ വരുന്നല്ല ആത്മാർത്ഥതയും നമുക്ക് എന്താ വേണ്ടിച്ച അവനോട് ആശിക്കോ എല്ലാ കാര്യത്തിലും സെറ്റാ. ഇനി ഒന്നും ചിന്തിക്കണ്ട. സാറേ ഞാൻ 7 വർഷമായിട്ട് വെബ്കോ കമ്പനിയിലായിരുന്നു. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ബില്ലിങ്ങിൽ. സാറേ ഇപ്പൊ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്തെങ്ങാണ്ട് ഇവിടെ ഒരു ജോലി തരണം എനിക്ക്. പ്രതിഭ നമ്മളെ വേക്കൻസി എന്തായി? സാറേ മിഞ്ഞാന്നൊരു ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നു. അതിൽ ഒരാൾ സെലക്ട് ആയിട്ടുണ്ട്. ശരി. എന്ത് പണിയാളാപ്പ ചെയ്ത്? ഞങ്ങളോട് രണ്ടാളോട് ചെക്കന്റെ കാര്യം പറഞ്ഞല്ലേ. അത് പിന്നാന്ന് ഇന്റർവ്യൂ കഴിഞ്ഞാ മോനോ, ഞാൻ എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാം. എന്ത് കഷ്ടം കേട്ടോ അത്. സാറേ ബിൽ സെക്ഷനിൽ തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടായാലും മതി. പ്രതിഭ അഡ്രസ് വാങ്ങിച്ചു കേട്ടോ. അഡ്രസ്സും തന്നിട്ട് പോയിക്കോട്ടോ. ഓക്കെ മറക്കാതെ ചെയ്യാം. സാറേ പോവല്ലേ? പോ മനു ചേട്ടാ എന്റെ കാര്യം ഭയങ്കര കഷ്ടമായി പോയി. പോട്ടടാ, അത് സാരല്ല. എന്തായാലും ജനിക്കും വേണ്ടി ഇത്രയും സംസാരിച്ചല്ലോ, അതന്നെ സന്തോഷം. പോവാണ്. ഇപ്പൊ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സാറേ നല്ലൊരു പയ്യനായിരുന്നു. ഷബീർ പറയുന്നത് നല്ലൊരാളാണ്. മോനും ഇങ്ങനെ പറയുന്നു. നമ്മളൊരു പരീക്ഷണത്തിൽ കണ്ട, നമുക്ക് വേറെ ആരെയും നോക്കാം. ഓക്കെ സാർ. നല്ല വർത്താനം. മറ്റേ ജോലി ശരിയായില്ല അല്ലേ? ഓ മാനു എനിക്ക് വേണ്ടി കൊറേ സംസാരിച്ചതാ. പക്ഷെ അവിടെ വേറെ വേക്കൻസിയിൽ ഒരാളെ എടുത്തിരിക്കുന്നു. സത്യത്തിൽ അതല്ല സംഭവിച്ച ആശിക്ക. മാനു നിന്നെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞു കൊടുത്തുള്ളത്. അല്ല കൊടുക്കണ്ടെന്ന് പറയാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എന്താ ജബീർക്ക മാനു അങ്ങനെ പറയാൻ കാരണം? ആശിക്ക മനുഷ്യന്മാരൊന്നും നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല ആശിക്ക. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് ജബീർക്ക, അത്ര ബന്ധാണ് ഞാനും അവനും തമ്മില്. ആശിക്ക അതൊക്കെ ശരിയായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവൻ കുഞ്ഞുമണിയാക്കനോട് പറഞ്ഞിട്ട് ആ ജോലി നിനക്കറ്റ കിട്ടിയാലോ നീ രക്ഷപ്പെടൂലേ? അതാണോ അവന്റെ പ്രശ്നം. ഇത് ഓന്റെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തില്, നമ്മളെ കുടുംബത്തിലായാലും ശരി, നമ്മളെ സുഹൃത്തുക്കളായാലും ശരി, നമ്മളെ അടുത്ത ബന്ധുക്കാരായാലും ശരി, എല്ലാവർക്കും ആരും രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല. നമ്മളോട് ചിരിച്ച് കളിച്ച് വർത്താനം പറയും, പക്ഷെ അവരൊക്കെ തിരിഞ്ഞാൽ മാറ്റി പറയും. ഇതാണ് അവസ്ഥ. എല്ലാവർക്കും ഇരട്ട മുഖങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരികയാണെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പറയാം, അല്ലെങ്കിൽ പഠിച്ചോട് പറയാം. മൂപ്പര് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ട്. ഇല്ലാതെ നമ്മളെ ആൾക്കാരായാലും ശരി, കുടുംബക്കാരൊക്കെ എല്ലാവരും കണക്കാണ്. എന്നാ ശരി ആയിക്കോട്ടെ. കേട്ടോ.